ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമുക്ക് ചിക്കൻ സ്ട്രോബെറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ രുചിയേറുന്ന ചിക്കൻ സ്ട്രോബെറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം സുർക്ക ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഈ ചിക്കൻ മാറ്റി വയ്ക്കണം. ഇത് നമ്മളൊരു അരിപ്പയിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിലെ എല്ലാ വെള്ളവും വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അരവാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വലിയ ജീരകവും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത്. ചതവല്ല, അരച്ചെടുക്കുക തന്നെ വേണം. അത് നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ അല്പം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ഇനി നമ്മൾ അല്പം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അല്പം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായത് മൈദപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് വേണ്ടത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ റൈസ് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഫുഡ് കളറും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരവ് മിക്സിയുടെ ജാറിൽ നിന്നും എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലാവണം. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച് വാർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ തന്നെ നന്നായിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കുന്ന അതേ പരുവത്തിൽ തന്നെ ആയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടില്ലേ, നല്ല ആ ഫ്രൈഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിന് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി അല്ല, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല എന്ന് പറയാം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സവാള വലുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമ്മൾ കട്ടയായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
ഇനി നമ്മൾ അല്പം പച്ചമുളകും മല്ലിയിലയും കൂടി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറ്റൽ മുളക് ചെറുതായിട്ട് പൊട്ടിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സ്പ്രിങ്ങും സെല്ലറി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ സ്ട്രോബെറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്പം വെളുത്ത എള്ളും കൂടിയാണ് നമുക്കിതിലേക്ക് ആവശ്യം. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. ഓക്കേ, താങ്ക്സ്.